ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലുള്ള കല്യാട് എന്ന പ്രദേശത്തെ നീലിക്കുളം എന്ന സ്ഥലത്തിനടുത്തുള്ള നമ്മളെ പുതിയതായിട്ട് വരുന്ന ITIയുടെ സമീപത്തുള്ള തവളപ്പാറ കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനുഷ്യനിർമ്മിതമല്ല, പ്രകൃതിദത്തമായ ഒരു കുളമാണ്. നാച്ചുറലായിട്ടുള്ള കുളമാണ് ഈ കുളം. പണ്ടുകാലത്ത് ഇവിടെയുള്ള ഒരുപാട് ആളുകൾ, ഈ പ്രദേശത്തുള്ള ആളുകൾ അലക്കുന്നതിനും കുളിക്കുന്നതിനും നീന്തി തിമിർക്കുന്നതിനും ഒക്കെ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. കുട്ടികളൊക്കെ ഇവിടെ സ്കൂൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വന്ന് നീന്തി കുളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ പശുക്കളെ വളർത്തി ജീവിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ വേനൽക്കാലത്ത് ഇവിടെ വന്നിട്ടാണ് പശുക്കൾക്കൊക്കെ വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിക്കലും വെള്ളം പറ്റില്ല. എല്ലാ സമയത്തും വേനൽ വർഷം ഇവിടെ വെള്ളം ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ കുളത്തിൻ്റെ ചുറ്റുപാടും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ ആളുകൾ പച്ചക്കറി ധാരാളമായിട്ട് നട്ടിരുന്നു. വേനൽക്കാലത്ത് പച്ചക്കറി വെണ്ട, വഴുതിനി, കയ്പ തുടങ്ങിയ ഒരുപാട് പച്ചക്കറികൾ ഈ പ്രദേശത്ത് നട്ടിട്ട് വളർത്തിയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആ പച്ചപ്പൊക്കെ നോക്ക്, അവിടെയൊക്കെ വെള്ളക്കെട്ടുകളുണ്ട്. പിന്നെ ഈ പാറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാടായി പാറ പോലെ തന്നെ ഒരു പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു പ്രദേശം. ഇവിടെ ഈ ഓണക്കാലം ആവുമ്പോഴേക്ക് ഈ പാറ നിറയെ നീല സമുദ്രം പോലെ പൂക്കളിങ്ങനെ നിരന്ന് നിൽക്കും. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു വലിയൊരു സമുദ്രമാണോ എന്ന് തോന്നിപ്പോകും. ആ രീതിയിൽ ഈ പാർക്ക് മുഴുവൻ പൂക്കൾ ഉണ്ടായിരിക്കും. നമ്മുടെ സ്കൂൾ കുട്ടിക്കാലത്തൊക്കെ നമ്മളിവിടെ വന്നിട്ടാണ് പൂക്കൾ ഇങ്ങനെ പറിക്കാറ്. ഇത് മലരും പൂ എന്നാണ് ഇതിന് പറയുക. ഇത് പറിക്കുന്നത് കണ്ട കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇങ്ങനെ പറിച്ചെടുക്കുക എന്ന് പറയുന്നത്. ഇത് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ പറിച്ച് ശീലിച്ച ആ ഒരു പരിചയം വെച്ചാണ് ഇപ്പോൾ കുറച്ച് പറിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മലരും പൂവും, അതുപോലെ കൃഷ്ണപ്പൂവ്, അതുപോലെ കാക്കപ്പൂവ്, വെള്ളും പൂവ്, മുക്കുറ്റി, ഇത് മലരും പൂവാണ്. ഈ കാണിക്കുന്നതൊക്കെ ഇത് മലരും പൂവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പൂക്കൾ നമുക്ക് ഇവിടുന്ന് ഈ പാറയിൽ നിന്ന് നമുക്ക് കിട്ടും. ഈ തവളപ്പാറ കുളത്തിന് ചുറ്റും അത്തരത്തിലുള്ള ഒരുപാട് പൂക്കളും അതുപോലെ ഔഷധ സസ്യങ്ങളും ചെടികളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്. നമ്മൾ ഇങ്ങോട്ട് ഇപ്പം ഇവിടെ പോയി നോക്കാം. ഇവിടെയുള്ളത് ഇത് കാക്കപ്പൂവാണ്. ഈ കാക്കപ്പൂവും കൃഷ്ണപ്പൂവും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ ഇപ്പം നമ്മൾ വന്നിട്ടുള്ള ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഓണക്കാലത്തിന് മുന്നേ ആണ്. ഓണക്കാലാവുമ്പോഴേക്കാണ് ഇതൊക്കെ, ഈ പാടങ്ങളൊക്കെ പൂത്ത് വിടർന്നങ്ങനെ എന്തൊരു മനോഹരമായിരിക്കും. അത് വല്ലാത്തൊരു നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ പൂക്കളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. ഈ പൂക്കളൊക്കെ ഒരുപാട് നമ്മൾ പറിച്ചതാണ് കുട്ടിക്കാലങ്ങളിൽ. കുട്ടികളൊക്കെ ഒരുപാട് ഒരു 50, 60, 100 കുട്ടികളൊക്കെ ഈ പാറകളിലൊക്കെ പല ഭാഗത്തായിട്ടുണ്ടാവും പൂക്കൾ പറിക്കാനായിട്ട്. ഇന്നത്തെ പോലെ നമ്മൾ ടൗണുകളിൽ പോയിട്ട് പൂക്കൾ വാങ്ങിക്കാറില്ല. ഇതുപോലെ കാക്കപ്പൂവ് പറിച്ചിട്ടാണ് നമ്മൾ ഓല കൊണ്ട് മെടഞ്ഞ കൊട്ടകളിൽ പൂക്കൾ പറിച്ച് കൊണ്ടുവരിക. ആ പൂക്കൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ അകത്തോട്ട് കൊണ്ടുപോകില്ല, പുറത്താണ് വെക്കുക. അകത്ത് കൊണ്ടുപോകണമെങ്കിൽ ഉത്രാടമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അങ്ങോട്ടേക്ക് അകത്തോട്ട് ഈ പൂക്കൾ കൊണ്ടുപോകൂ. അപ്പോൾ ഈ കാണുന്നതൊക്കെ കാക്കപ്പൂ ഇടുന്ന സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ കാക്കപ്പൂ ശേഖരിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതിൻ്റെ കുറച്ച് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഈ പാറയൊക്കെ ഒരുപാട് പാറകൾ തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ചെങ്കല്ലിൻ്റെ പണയാണ്. ഈ പണ ഇങ്ങനെ വന്നുകൊണ്ട് നമ്മൾ ഒരുപാട് ഇതുപോലെയുള്ള പാറകൾ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഇനിയും അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാരതത്തിൽ നിന്ന് ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ പൂക്കൾ പറിക്കാൻ വേണ്ടി വരുമ്പോൾ പറിച്ച് തിന്നുന്ന ഒരു കായാണ്. ചേരിക്കാന്നാണ് ഇതിന് പറയുക, ചേരിമരം. ഈ കായ നമ്മൾ അങ്ങ് ഓണക്കാലം ആകുമ്പോഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചേരിമരമൊക്കെ നല്ലോണം മൂത്ത് പാകാവും. അപ്പോൾ അത് നമ്മൾ ചവച്ച് തിന്നുന്നതോടുകൂടി അതിൻ്റെ ഒരു മധുരം വരും. എത്രത്തോളം ചവക്കുന്ന അത്രയൊന്നും മധുരം ഉണ്ടാവും. അപ്പോൾ അതാണ് ആ ചേരിമരത്തിൻ്റെ ചേരിക്കയുടെ ഒരു പ്രത്യേകത. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കാം, നമ്മളിവിടെ എള്ളുപ്പൂണ്ട്. ഇവിടെ ഈ ഇടയ്ക്കിടെയുള്ള പാറക്കൂട്ടങ്ങൾക്കിടയിൽ എള്ളുമ്പൂ ധാരാളമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും.
മലരും പൂവാണ്. ഇതൊക്കെ നമ്മൾ പറിച്ച് കൊണ്ടുപോയി കൂടുതൽ സമയം നമുക്കിത് സൂക്ഷിക്കാൻ വേണ്ടി കഴിയില്ല. നമ്മൾ രാവിലത്തേക്ക് പൂക്കളിടാൻ നോക്കുമ്പോഴൊക്കെ തന്നെ ഇതൊക്കെ വാടിപ്പോവും. എങ്കിൽ പോലും നമ്മൾ പറിക്കാറുണ്ട്. പൂവൊക്കെ വെള്ളവും പൂവുണ്ട്, മുക്കുറ്റിപ്പൂവുണ്ട്, തുമ്പപ്പൂവുണ്ട് എന്ന് വേണ്ട എല്ലാ വിധത്തിലുള്ള പൂക്കളും നമുക്ക് ഈ മാടായിപ്പാറയിൽ നിന്ന് നമുക്ക് ഈ ചെല്ലാട് പാറയിൽ മാടായിപ്പാറയ്ക്കുള്ള പൂക്കൾ പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള ഈ പ്രദേശത്തെ ഒന്ന് പരിചയപ്പെടുത്തുക, തവളപ്പാറ കുളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് കാണിച്ചു തരിക എന്നാണ് വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഈ പച്ചപ്പുള്ള ഈ തവണയിൽ ഇപ്പോഴും ഇങ്ങനെ നമ്മളെ നഷ്ടപ്പെടാത്ത പാറകൾ ഇങ്ങനെ കടന്നു കിടക്കുന്നുണ്ട്. ഈ പാറകൾ ഇങ്ങനെ അതൊക്കെ ഓരോരോ കാടുകളുടെ കാടുകളാണ്. അതൊക്കെ നല്ല നല്ല കൃഷി ചെയ്യാൻ പറ്റിയ പാകത്തിലുള്ള മണ്ണുള്ള സ്ഥലം. ഈ പാറയുടെ നടുവിൽ ഒരുപാട് സ്ഥലങ്ങൾ അതുപോലെ മലരും പൂ നമ്മൾ കണ്ടു, കൃഷ്ണപ്പൂവ് കണ്ടു, വെള്ളുംപൂ കണ്ടു, മുക്കുറ്റിപ്പൂവും തുമ്പപ്പൂവും ഒക്കെ ഇനി വിടർന്ന് ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും നമുക്ക് തവളപ്പാറ കുളത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവാം. നമുക്ക് മടങ്ങാൻ സമയമായി. ഏകദേശം നമ്മൾ കുറച്ച് സമയം എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ തവളപ്പാറയോട് കുളത്തിനോട് നമ്മൾ യാത്ര പറയാൻ വേണ്ടി പോവുകയാണ്. ഈ തവളപ്പാറ കുളം ഇനിയും ഒരുപാട് കാലം എന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യൻ ഉണ്ടായ അന്നു മുതലേ ഉള്ള ഈ ഒരു കുളമാണ്. ഇനി ഒരുപാട് കാലം നീണ്ടു നിൽക്കട്ടെ. എല്ലാ ഭാഗത്തും പണകൾ വന്നാലും ഈ തവളപ്പാറ കുളം നമുക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അതോടൊപ്പം തവളപ്പാറ കുളത്തിനോട് യാത്ര പറഞ്ഞ് നമ്മളിവിടെ നിന്നും ഇറങ്ങുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.